നമസ്കാരം കുട്ടികളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ കുട്ടികളും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകൾ എടുത്ത ക്ലാസ്സുകളുണ്ടല്ലോ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. പിന്നെ നിങ്ങൾക്കിപ്പം ടീച്ചിങ് സ്റ്റൈൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക കേട്ടോ. അപ്പം ഇന്ന് എടുക്കാൻ പോകുന്നത് ഇത് ടോപ്പിക്കാണെന്നറിയോ, ടൈം. എന്താണ് ടൈം? അപ്പം എനിക്ക് കുട്ടികളെ നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ട്. അത് വന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് എണീക്കാറ്? എപ്പോഴാണ് എണീക്കാറ്? നിങ്ങൾ രാവിലെ എണീക്കും അല്ലേ? സമയമൊന്നും നോക്കില്ല അല്ലേ? ചിലർ സമയം നോക്കില്ല, അങ്ങോട്ട് എണീക്കും അല്ലേ? അമ്മമാർ കുത്തി എണീപ്പിക്കും അല്ലേ? പിന്നെ വന്നിട്ട് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴാണ് സ്കൂളിലേക്ക് വരുന്നത്? ചിലപ്പോൾ ലേറ്റ് ആവും അല്ലേ? ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ദിവസം അനുസരിച്ചിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ചിലപ്പോൾ ലേറ്റ് ആവും, ചിലപ്പോൾ നേരത്തെ വരും, ചിലപ്പോൾ പാരൻസ് ആയിരിക്കും നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴാണ് കിടക്കാറ്? ചിലപ്പോൾ 12 മണിയാവും, ചിലപ്പോൾ 10 മണിയാവും, ചിലപ്പോൾ 11 മണിയാവും. അത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വൈകിട്ടൊക്കെ കളിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ക്ഷീണത്തിൽ ചിലപ്പോൾ അങ്ങോട്ട് ഉറങ്ങിപ്പോവും. അതും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് ടൈമിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറയാം. ടൈമിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ? റെഡിയാണോ? ആണല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ടൈം എന്ന് പറഞ്ഞൊരു പ്രഷ്യസ് ആണ്. നമുക്ക് എന്താ പറയുക, വിലമതിക്കാൻ പറ്റാത്തതാണ്. ഇപ്പം എന്താ പറയുക, ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമ്മൾ അറിയാണ്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കണ നേരത്തൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നമ്മളിങ്ങനെ അവിടെ ഇവിടെ ആലോചിച്ച് നോക്കി നിന്ന് കഴിഞ്ഞാൽ സമയം ഇങ്ങനെ പെട്ടെന്ന് പോകും അല്ലേ? അപ്പോൾ ടൈമിൻ്റെ ഡെഫിനേഷൻ വന്നിട്ട്, ടൈം ഹെൽപ്പ് us know when things happen. അതായത് ടൈം കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇതാണ് സമയം എന്ന് പറയുന്നത്. അതായത് കാര്യങ്ങൾ നടക്കാൻ സഹായിക്കുന്ന ഒരു ഇതിനെ പറയുന്നതാണ് നമ്മൾ ടൈം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്കൂൾ ടൈം എടുക്കാം, പിന്നെ ലഞ്ച് ടൈം എടുക്കാം, ബെഡ് ടൈം എടുക്കാം. ഇതിനെയാണ് നമ്മൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഏത് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഇതിനെ പറയുന്നതിനാണ് നമ്മൾ ടൈം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. അതിൻ്റെ എക്സാമ്പിളാണ് സ്കൂൾ ടൈം, ലഞ്ച് ടൈം, ബെഡ് ടൈം. ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ വച്ചിരിക്കുന്നത് ഒരു ക്ലോക്ക് ഷേപ്പാണ് വരച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ക്ലോക്ക് ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് ഞാനിവിടെ ടോപ്പിൽ തന്നെ 12 എഴുതി, പിന്നെ റൈറ്റ് സൈഡിൽ 3 എഴുതി, പിന്നെ ബോട്ടം സൈഡിൽ നമ്മൾ 6 എഴുതി, പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ 9 എഴുതി. അപ്പോൾ നമുക്ക് ക്ലോക്കിൽ തന്നെ പാർട്സുകളുണ്ട്, 2 പാർട്സുകളുണ്ട്. ലോങ് ഹാൻഡ് ഉണ്ട്, ഷോർട്ട് ഹാൻഡ് ഉണ്ട്. ലോങ് ഹാൻഡിനെ നമ്മൾ ഹവർ എന്ന് വിളിക്കുന്നു, ഷോർട്ട് ഹാൻഡിനെ നമ്മൾ മിനിറ്റ് എന്ന് പറയുന്നു. ഇതാണ് എൻ്റെ പാർട്സ് വന്നിട്ട്. അപ്പം ഇപ്പം ഞാൻ കുട്ടികളോട് ചോദിക്കുകയാണ്, അതായത് ഞാൻ നിങ്ങളോട് പറയുകയാണ്, വെൻ മിനിറ്റ് ഹാൻഡ് ഈസ് അറ്റ് 12. മിനിറ്റ് ഹാൻഡ് ഈസ് അറ്റ് 12. We say o'clock. ഇതാണ് o'clock. ഇതാണ് വെൻ മിനിറ്റ് ഹാൻഡ് ഈസ് അറ്റ് 12. മിനിറ്റ് ഹാൻഡ് എന്ന് പറയുമ്പം ഇതാണ്, ഷോർട്ട് ഹാൻഡാണ് മിനിറ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. ഇതാണ് മിനിറ്റ് ഹാൻഡ്. മിനിറ്റ് ഹാൻഡ് 12-ലാണെങ്കിൽ നമ്മൾ പറയുന്നത് o'clock. എന്താണ്? o'clock. ഓക്കെ. നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ക്ലോക്ക് ഓൾറെഡി വരച്ചു. നമ്മൾ 12 ടോപ്പിൽ എഴുതി, 3 റൈറ്റിൽ എഴുതി, ബോട്ടിൽ 6 എന്ന് പറഞ്ഞ് എഴുതി, പിന്നെ ലെഫ്റ്റിൽ 9 എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ ഞാനിവിടെ വരച്ച് വെച്ചേക്കുക. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, കുട്ടികൾ പറഞ്ഞേ, എത്ര സമയമായി കാണും? ഇപ്പോൾ 12 വന്നു. 12-ലാണ് നമ്മൾ ഷോർട്ട് ലൈൻ ഇത് വന്നത്, മിനിറ്റ് വന്നത്. 3-ലാണ് നമ്മൾ അവർ വന്നത്. അപ്പോൾ എന്തുട്ടാ പറയുക? 3 o'clock. എങ്ങനെ പറയുക? 3 o'clock. ഹവറിൽ 3 വന്നു, മിനിറ്റിൽ 12 വന്നേ, അപ്പോൾ നമ്മൾ 3 o'clock എന്ന് പറഞ്ഞു. ഇപ്പോൾ ഡെയിലി ലൈഫ് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലായ, ഹവറിൽ 3 വന്നു, മിനിറ്റിൽ 12-ലാകുമ്പോൾ നമ്മൾ 3 o'clock എന്ന് എഴുതി. ഇനിയിപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഡെയിലി ലൈഫ് എക്സാമ്പിളായിട്ട് എടുക്കണേ. ഡെയിലി ലൈഫിൽ ഞാൻ വേക്കപ്പ് ചെയ്യുന്നത് 7 o'clock. പിന്നെ സ്കൂൾ ടൈം 8 o'clock. Then lunch time 1 o'clock.
ഇനി സ്ലീപ്പ് ടൈം 10 o'clock. അപ്പം നിങ്ങളെങ്ങനെയാണ് ടൈമിൽ പറയുക? ഞാനിപ്പോൾ ഡെയിലി ലൈഫ് എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെങ്ങനെ ടൈമിൽ പറയും? ടൈമിൽ എങ്ങനെ പറയുക? 7 AM. എങ്ങനെ പറയുക? 7 AM, 8 AM, 1 PM, 10 PM. ഓക്കെ, 7 AM, 8 AM, 1 PM, 10 PM. ഞാനിവിടെ 2 ക്ലോക്കുകളാണ് വരച്ച് വെച്ചേക്കുന്നത് കേട്ടോ. സൈസും നിങ്ങൾ നോക്കണ്ട, ഞാനിങ്ങനെ വെറുതെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വരച്ചൊന്ന് മാത്രം. അപ്പം ഞാനിവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ്, അതായത് ഞാനിങ്ങനെ പറയും, അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തരം പറയണം. മനസ്സിലായോ? കുട്ടികൾക്ക് മനസ്സിലായോ? ഞാൻ ക്വസ്റ്റ്യൻ പറയും, നിങ്ങൾ അതിനുള്ള ആൻസർ പറയാം. മനസ്സിലായോ? അപ്പോൾ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ ഇതാട്ടോ. മിനിറ്റ് ഹാൻഡ് 12, പിന്നെ അവർ ഹാൻഡ് 6 അപ്പോൾ എന്ത് പറയും കുട്ടികൾ പറഞ്ഞേ? മിനിറ്റ് ഹാൻഡ് ഇതാണ് 12 മിനിറ്റ് ഹാൻഡ്, 6 അവർ ഹാൻഡ് വരുമ്പോൾ എന്താ പറയുക? 6 o'clock. ഇങ്ങനെയാണ് 6 o'clock. ഓക്കെ, ഇങ്ങനെയാണ് 6 o'clock. ഇനി അടുത്ത ക്ലോക്ക് ആട്ടോ. ഇത് ക്ലോക്ക് നമ്പർ 1, ഇത് ക്ലോക്ക് 2. അപ്പോൾ ഇപ്പോൾ പറയുകയാണ് മിനിറ്റ് ഹാൻഡ് ഈ സെയിം തന്നെ. മിനിറ്റ് ഹാൻഡ് 12, അവർ ഹാൻഡ് 5. അപ്പോൾ എങ്ങനെ പറയുക? 5 o'clock. എന്താണ്? 5 o'clock. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ ക്ലോക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ പഠിച്ചു. പിന്നെ അതിൻ്റെ 2 പാർട്സുകൾ നമ്മൾ കണ്ടു. മിനിറ്റ് ഹാൻഡ്, അവർ ഹാൻഡ് എന്ന് കണ്ടു. പിന്നെ അതിൻ്റെ ഡെഫിനേഷൻ കണ്ടു. പിന്നെ അതെങ്ങനെ ഡെയിലി ലൈഫിൽ എക്സാമ്പിളിൽ എങ്ങനെ നമ്മൾ ക്ലോക്ക് കൊടുത്തിട്ട് എങ്ങനെയാണ് ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞത് നമ്മൾ കണ്ടു അല്ലേ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.